അങ്ങനെ കേരളത്തിന്റെ സ്വപ്നങ്ങൾക്ക് നിറം പകരാൻ പുതുയുഗത്തിലേക്ക് പുതിയ കാൽ വെച്ചുകൊണ്ട് ടീം UDF വി ഡി സതീശന്റെ നേതൃത്വത്തിൽ അധികാരത്തിൽ എത്തിയ മനോഹരമായ ഒരു ദിവസമാണ് ഇന്നത്തെ ഈ ഒരു ദിവസം. അധികാരം ഏറ്റെടുത്ത അന്ന് തന്നെ ജനപ്രിയമായിട്ടുള്ള ഒട്ടനവധി പദ്ധതികൾ ടീം UDFും ആദ്യ മന്ത്രിസഭാ യോഗവും കൈക്കൊള്ളുന്നതാണ് നമ്മൾ കണ്ടത്. നേരത്തെ ഇന്ദിരാ ഗ്യാരണ്ടി എന്ന പഞ്ച പദ്ധതികൾ വോട്ടർമാരുടെ മുൻപിലേക്ക് UDF അവതരിപ്പിച്ചിരുന്നു. അതിൽ 2 അടിയന്തിരമായിട്ട് നടപ്പിലാക്കുവാനുള്ള തീരുമാനം കൈക്കൊണ്ടുകൊണ്ട് ആദ്യത്തെ മന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾ കൊണ്ട് തന്നെ ജനഹൃദയങ്ങളിലേക്കാണ് ഈ സർക്കാർ എന്ന വരവും പ്രതീക്ഷയും അറിയിച്ചുകൊണ്ട് കയ്യടി നേടിയിരിക്കുകയാണ് വി ഡി സതീശൻ. വളരെ ക്ലാരിറ്റിയോടുകൂടി വളരെ കൃത്യമായി അദ്ദേഹം പറയുന്നു, വനിതകൾക്ക് ഉള്ള സൗജന്യ ബസ് യാത്ര അടുത്ത മാസം 15-ാം തീയതി മുതൽ അത് ആരംഭിക്കുമെന്നാണ്. നമ്മുടെയൊക്കെ മനസ്സിൽ ഇങ്ങനെയൊരു പദ്ധതി വന്നു കഴിഞ്ഞാൽ സംസ്ഥാനത്തിന്റെ വരുമാനത്തെ അത് ബാധിക്കുമോ എന്നത് സംബന്ധിച്ച വലിയ ആശങ്കകൾ നിലനിന്നിരുന്നു. എന്നാൽ ആ ആശങ്കകളെ എങ്ങനെയായിരിക്കും UDF പരിഹരിക്കുക എന്ന ഒരു ആശങ്ക കൂടി നമ്മുടെയൊക്കെ മുൻപിലുണ്ട്. അതിനൊക്കെ ആയിരിക്കണം ഒരു മാസത്തെ സമയം ഇപ്പോൾ UDF എടുത്തിരിക്കുന്നത്. അടുത്ത മാസം 15-നുള്ളിൽ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആശങ്കകളൊക്കെ പരിഹരിച്ചുകൊണ്ട് പദ്ധതി നടപ്പിലാക്കുവാനുള്ള തീരുമാനമാണ് ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ നമുക്കറിയാം, സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുൻപ് തന്നെ BJPയുടെയും മഹിളാ മോർച്ചയുടെയും ഒക്കെ നേതൃത്വത്തിൽ ഈ പദ്ധതി നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഷേധ സൗജന്യ യാത്ര നടത്തിക്കൊണ്ട് ലഭ്യരായത് നമ്മളെല്ലാവരും കണ്ടതാണ്. എന്നാൽ അവർക്ക് കൂടിയുള്ളൊരു മറുപടിയായിട്ടാണ് ഈ 15-ാം തീയതി തന്നെ ഇങ്ങനെയൊരു യാത്രയെക്കുറിച്ച് UDF ഉറപ്പ് നൽകിയിരിക്കുന്നത്. ആദ്യ പദ്ധതി അവിടെ നടത്തുന്നു. അതോടൊപ്പം തന്നെ പാചക തൊഴിലാളികൾക്ക് 1000 രൂപ വേതനം വർദ്ധിപ്പിച്ചുകൊണ്ടാണ് രണ്ടാമത്തെ ഒരു തീരുമാനം വരുന്നത്. പ്രീ പ്രൈമറി ടീച്ചർമാർക്കും ആയമാർക്കും കൂടി 1000 രൂപ വേതനം വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള പദ്ധതി. അതോടൊപ്പം UDF സർക്കാർ അധികാരത്തിൽ വരികയാണെങ്കിൽ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ നിങ്ങളുടെ കാര്യമായിരിക്കും ഞാൻ പരിഗണന കൊടുക്കുക എന്ന് സധൈര്യം പ്രഖ്യാപിച്ച അന്നത്തെ പ്രതിപക്ഷ നേതാവ് ഇന്ന് മുഖ്യമന്ത്രിയായപ്പോൾ വാക്ക് മാറിയിട്ടില്ല. വാക്ക് മാറുന്ന പലരെയും നമ്മൾ കണ്ടതാണ്. പോലീസ് നിയമനത്തിൽ, സ്പോർട്സ് നിയമനത്തിലുമൊക്കെ പല ഉറപ്പുകളും പല പ്രതിസന്ധി ഘട്ടങ്ങളിൽ സെക്രട്ടേറിയറ്റിന് മുൻപിൽ സമരം ചെയ്ത പോലീസ് ട്രെയിനിങ്ങിലുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ആളുകൾക്ക് പല നേതാക്കളും വാക്ക് കൊടുക്കുന്നതും പിന്നീട് തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ആ വാക്ക് പഴഞ്ചാക്കാകുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ്. എന്നാൽ വി ഡി സതീശൻ കൊടുത്ത വാക്ക് അദ്ദേഹം പാലിക്കുകയാണ്. 3000 രൂപയാണ് ആശാ വർക്കർമാർക്ക് അധികരിപ്പിച്ചുകൊണ്ട് ഒരു തീരുമാനം അദ്ദേഹം കൈക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രീ പ്രൈമറി ടീച്ചർമാർക്കും ആയമാർക്കും 1000 രൂപ വർദ്ധിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെയാണ് ചരിത്രത്തിൽ ആദ്യമായിട്ടൊരു വയോജന വകുപ്പ് കൂടി ഈ സംസ്ഥാനത്തെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒരു വയോജന വകുപ്പ് തീർച്ചയായിട്ടും ഈ ഒരു കാലഘട്ടത്തിൽ അനാഥരാക്കപ്പെടുന്ന വയോജനങ്ങളുടെ, സംരക്ഷിക്കാൻ ആളില്ലാതെ വരുന്ന വയോജനങ്ങളുടെ, അവരുടെ മാനസിക ഉല്ലാസത്തിന് വേണ്ടി, അതോടൊപ്പം തന്നെ പ്രായം ആയി എന്നതുകൊണ്ട് തന്നെ പലതരത്തിൽ അവഗണിക്കപ്പെടുന്നവരുടെ അവരുടെയൊക്കെ മാനസികോല്ലാസത്തിന് വേണ്ടി ഒരു വയോജന വകുപ്പ്, വിദേശ രാജ്യങ്ങളിലൊക്കെ അത് വളരെ സുലഭമാണ്. അത് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചതാണ്. അവരുടെ ഹാപ്പിനെസ്സിന് വേണ്ടിയുള്ള ഒരു മന്ത്രാലയം കൂടി തുറക്കുന്നു എന്നതും വളരെ കേരളത്തിന്റെ പുതുയുഗത്തിൽ ഏറ്റവും അനിവാര്യമായ ഒന്നാണ് എന്നാണ്. അതോടൊപ്പം വി ഡി സതീശൻ തൻ്റെ ഒന്നാമത്തെ പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കുന്ന ആ ഒരു സമയത്ത്, അതിന് മുൻപ് 2001 തെരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിലുമൊക്കെ ടീം UDF പറഞ്ഞ ഒരു കാര്യം കൂടിയുണ്ട്. അതുകൂടി നടപ്പിലാക്കുന്ന പദ്ധതികളൊക്കെ വരികയാണെങ്കിൽ വളരെ മികച്ച തീരുമാനങ്ങളോട് മുന്നോട്ട് പോകുന്ന ഒരു മന്ത്രിസഭയായിട്ട് ഇത് മാറും. അത് മറ്റൊന്നുമല്ല, അത് ഹാപ്പിനെസ് മിനിസ്ട്രി എന്ന ജനങ്ങളുടെ സന്തോഷവും ജനങ്ങളുടെ ആ ഒരു മാനസികോല്ലാസവും ഒക്കെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഒരു മിനിസ്ട്രി ഓഫ് ഹാപ്പിനെസ്. വിദേശ രാജ്യങ്ങളിൽ ഇപ്പോൾ UAE സംബന്ധിച്ചിടത്തോളം അവിടെ മിനിസ്ട്രി ഓഫ് ഹാപ്പിനെസ് ഉണ്ട്. അങ്ങനെ ജനങ്ങളുടെ ആ ഒരു രീതിയിലേക്ക് സാംസ്കാരികവും അതോടൊപ്പം തന്നെ അവരുടെ മൂല്യങ്ങളുമൊക്കെ വളർത്താനുമൊക്കെ സഹായിക്കുന്ന ഒന്നാണ്. അതിലേക്ക് കൂട്ടി വായിക്കേണ്ടത് തന്നെയാണ് ഈ വയോജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു വകുപ്പ് കൂടി സ്ഥാപിക്കുന്നു എന്നത്. ഇത്തരത്തിൽ ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിൽ കയ്യടികൾ നേടിക്കൊണ്ടാണ്
കൊണ്ടാണ് വി.ഡി. സതീശൻ സർക്കാർ മുന്നോട്ട് പോകുന്നത്. സത്യപ്രതിജ്ഞാ ചടങ്ങുകളെല്ലാം വളരെ ഗംഭീരമായിരുന്നു, പ്രൗഢമായിരുന്നു എന്ന് പറയാതെ തരമില്ല. നിറഞ്ഞ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിമാരുടെ ഒരു നീണ്ട നിര തന്നെ അവിടെ ഉണ്ടാകുന്നു. കോൺഗ്രസിന്റെ മല്ലികാർജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഉൾപ്പെടെയുള്ള നേതാക്കളുടെ സാന്നിധ്യം അവിടെ ഉണ്ടാകുന്നു. മുസ്ലിം ലീഗിന്റെ അധ്യക്ഷൻ പാണക്കാട് സെയ്ദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ സാന്നിധ്യം ഉണ്ടാകുന്നു. അങ്ങനെ തുടങ്ങി ഭരണ പ്രതിപക്ഷ രംഗത്തുള്ള മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സാന്നിധ്യം ഉണ്ടാകുന്നു. എല്ലാവരുടെയും സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതവും അതോടൊപ്പം തന്നെ 10 വർഷത്തെ കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ട് UDF പ്രവർത്തകരുടെ ആഹ്ലാദത്തിന് അതിൻ്റെ ഒരു പരകോടിയിലേക്ക് എത്തുന്ന തരത്തിലുള്ള പദ്ധതി കൂടി ആവിഷ്കരിക്കപ്പെട്ടുകൊണ്ടാണ് മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചൊല്ലി അധികാരം ഏറ്റെടുത്തത്. വരും ദിവസങ്ങളിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. അതോടൊപ്പം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, ഈ സർക്കാർ കഴിഞ്ഞ പിണറായി വിജയന്റെ നവകേരള ബസ് യാത്രയെ പ്രതിഷേധിച്ച കരിങ്കൊടി കാണിച്ച പ്രവർത്തകരെ അവരുടെ സ്പെഷ്യൽ ഗാർഡുകൾ ആക്രമിച്ച സംഭവം ഉണ്ടായിരുന്നു. അത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ കൊണ്ട് അന്വേഷിപ്പിക്കുവാനുള്ള തീരുമാനം കൂടി ഈ മന്ത്രിസഭാ യോഗത്തിൽ അവർ എടുത്തിരിക്കുന്നു എന്നത് സൂചിപ്പിക്കുന്നത് പ്രവർത്തകരുടെ വികാരത്തിനാണ് തങ്ങളുടെ ആദ്യത്തെ പരിഗണന എന്ന് തന്നെയാണ്. വരും ദിവസങ്ങളിൽ ഒരു പക്ഷേ കേരള രാഷ്ട്രീയം കുലുങ്ങുന്ന, ഇപ്പോൾ അണിയറയിൽ പറഞ്ഞു കേൾക്കുന്നത് വലിയ തരത്തിൽ അഴിമതിയാണ് എന്ന് പ്രഥമ ദൃഷ്ടിയാൽ അറിയുന്നില്ലെങ്കിൽ പോലും ഒരു സൈലന്റ് അഴിമതി ഈ സംസ്ഥാനത്ത് മുൻ ഭരണകൂടം നടത്തിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നവർ തന്നെയാണ്. അത് കിഫ്ബി ആയിരുന്നാലും മറ്റു പദ്ധതികൾ പ്രഖ്യാപിക്കുന്നതായിരുന്നാലും ടെൻഡറുകൾ കൊടുക്കാതെ പല കമ്പനികൾക്കും ഇഷ്ടക്കാർക്ക് കരാറുകൾ നൽകുന്നത് ഉൾപ്പെടെയുള്ള പദ്ധതികൾ കഴിഞ്ഞ സർക്കാർ കൈക്കൊണ്ടിരുന്നു. 10 വർഷമായിട്ടും സംസ്ഥാനത്ത് ഇത് തന്നെയായിരുന്നു അവസ്ഥ. അതിലൊക്കെ ഒരു വലിയ അന്വേഷണം നടത്തുവാനുള്ള പദ്ധതി കൂടി ടീം UDF തയ്യാറാക്കുന്നു. VDS ഗവൺമെന്റ് ആ തരത്തിൽ മുന്നോട്ട് പോകുന്നു എന്നാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സൂചനകൾ. ഏതായിരുന്നാലും അത്തരത്തിലുള്ള നീക്കങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ കോളിളക്കങ്ങൾക്ക് തന്നെ തുടക്കം കുറിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. പ്രതിപക്ഷം 35 പേര് മാത്രമാണുള്ളതെങ്കിൽ പോലും പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷ നിര എങ്ങനെയായിരിക്കും കരുത്തരായ ഭരണപക്ഷത്തെ കടന്നാക്രമിക്കുക, അല്ലെങ്കിൽ അവരോട് ഏത് തരത്തിലായിരിക്കും നിയമസഭയിലും പുറത്തും പോരാടുക എന്നത് സംബന്ധിച്ചായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനം ഇനി വരേണ്ടത്. നമുക്ക് കാത്തിരുന്നു കാണാം.